ജനിക്കാത്ത കുഞ്ഞിനാണ് ജാതകം എഴുതുന്നത് എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് റോജിയം ജോണിന് മറുപടിയുമായി എക്സൈസ് മന്ത്രി എം പി രാജേഷ്. ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും തമ്മിൽ എല്ലാ കാലത്തും ബന്ധമുണ്ടായിരുന്നു. UDF കാലത്ത് ബന്ധമുണ്ടായാൽ ആഹാ അല്ലേൽ ഓഹോ എന്നാണ് ഇപ്പോൾ നിലപാടെന്നും വസ്തുത പുറത്തു വരുമ്പോൾ പ്രതിപക്ഷം അസ്വസ്ഥരാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന, വരുമാനമുണ്ടാക്കുന്ന, കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായ ഒരു മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മദ്യനയം നിങ്ങളുടേതാണ്. ആ മദ്യനയത്തെക്കുറിച്ച് നിങ്ങളുടെ തന്നെ മന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു. പഠിക്കാൻ കമ്മിറ്റിയെ വെക്കണമെന്ന് നിങ്ങളുടെ തന്നെ മന്ത്രിയായിരുന്നയാൾ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ടൂറിസം മന്ത്രിക്ക് ശുപാർശ കൊടുത്തിട്ടുണ്ട്. ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നത് എന്ന് ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പിന്നെ സർ report on impact assessment of new liquor policy on tourism and labor sectors. നേരത്തെ പറഞ്ഞ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടാണ്. ആ പഠന റിപ്പോർട്ട് Kerala's strength in MICE tourism is yet to be tapped. The stakeholders have pointed out that since most of the MICE and wedding packages last for 5 to 7 days or are limited to weekends,